എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. മത്സരം എന്താണ്? മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ ഓക്കെ വിജയിക്കും. ഓക്കെ, സെറ്റ്. ടൈല് ഹെഡ് ഫസ്റ്റ് വൺ. ടോസ് എണ്ണി 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 എടുത്തോട്ടോ ഓരോന്നും. ഓക്കെ, 1 ഫസ്റ്റ് വൺ ബറോസ്. വാവ്, ബറോസ് ഫസ്റ്റ് തന്നെ കിട്ടിയോ? ബറോസ് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടുണ്ട് 3.2 CR കേരളത്തിൽ നിന്ന് കേട്ടോ. വേൾഡ് വൈഡ്. അടുത്തത് ജാംബി നെക്സ്റ്റ് സോംബി സിനിമ. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു സോംബി സിനിമേന്റെ ശേഷം അടുത്ത സോംബി സിനിമ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജോർജ് കോരയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ തോൽവി FC-യുടെ യെസ് ഡയറക്ടർ പൊളിച്ച്. അപ്പോൾ സോംബി ഇത് ഒന്നങ്ങ് അനൗൺസ് ചെയ്യാൻ നിൽക്കുക, പിന്നെ അങ്ങ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ആ രീതിയിലുള്ള സംഭവങ്ങൾ അങ്ങ് വരുന്നത്. അതെ, വല. അടുത്തത് സോംബി സോംബിയാണ്. അതായത് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അരുൺ ചന്തു ആരാന്നറിയാലോ? ഗഗനചാരി. വ്യത്യസ്തനായ ഒരു ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ വല എന്ന സിനിമ വരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലുക്കാണ് വന്നിട്ടുള്ളത്. വല. ഗോകുൽ സുരേഷ്. സിനിമയിൽ ഗോകുൽ സുരേഷ് ഉണ്ട്, മാധവ് സുരേഷ് ഉണ്ട്, അജു വർഗീസ്, അനാർക്കലി മരിക്കാർ. അതായത് ഗഗനാചാരിയിലെ കുറച്ച് ടീമുകളൊക്കെ ഏതായാലും ഉണ്ട്. എന്താണെങ്കിലും 2-1. 2-1. ഇപ്പൊ കിട്ടിയത് മൊത്തം മലയാളം അല്ലേ? എന്റെ മുന്നിൽ വരുന്ന ഓരോ വാക്കിനും എണ്ണം വേണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, എണ്ണെടുത്ത് വെച്ചോളാം. അടുത്തത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ശരി. 2-2 സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ക്രിസ്മസ് റിലീസായിട്ട്, ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വന്ന പോസ്റ്ററാണ്. തിയേറ്ററിലേക്ക് സൂൺ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഇറക്കി വിടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. 23-ാം തീയതിയാണ് സിനിമ റിലീസ് നടത്തുന്നത്. സിമ്പിൾ. ഓക്കെ, അടുത്ത കിഴി 2-2. 2-2 അല്ലേ? അയ്യോ, നമുക്കൊരു വ്യത്യസ്തത വേണമല്ലോ. മലയാളത്തിൽ മാത്രം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാനൊരു തെലുങ്കെടുത്തിരിക്കുന്നു. ടാക്കു മഹാരാജ. നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന സിനിമയാണ്. ആളുടെ സിനിമയുടെ സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യലാണ്. എല്ലാവരും ഉണ്ട് അതിൽ. ഈ സിനിമ വില്ലനുണ്ട്, ബോബി ഡിയോളുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണും. അതെ, നമ്മുടെ സിനിമ റിലീസിനെത്തുന്നത് 12-ാം തീയതി അല്ലേ? ആവേശത്തിൽ കെട്ടി വെച്ചേക്കുന്നു. ബോറടിച്ചപ്പോൾ കെട്ടിയായിരിക്കും, ആവേശത്തിൽ കെട്ടൂല. എന്തായാലും 12-ാം തീയതി കേട്ടോ സിനിമ റിലീസിനെത്തുന്നത്. അടുത്തത് ഹിറ്റ് 3. ഞാനും അങ്ങനെയാണ്. തെലുങ്ക് പിടിച്ച്. നിനക്ക് ബോറടിക്കുന്നുണ്ടല്ലേ? എന്താ നിനക്ക് ബോറടിച്ചാ? മാസതരാണ്. എന്താണെങ്കിലും സിനിമേന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. കാണാം. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചോളൂ. അപ്പൊ തന്നെ തന്നു മരണമാസ സാധനം പുഷ്പ 2. എന്തായാലും സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കളക്ഷൻ റെക്കോർഡുകൾ ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട്, അതായത് നമ്മുടെ കൽക്കി സിനിമയുടെ ഷെയർ 291 കോടിയായിരുന്നു. 291 കോടി ഷെയർ ഇത് 3 വീക്ക് കൊണ്ട് പിന്നിട്ടിരിക്കുന്നു പുഷ്പ 2. എന്താണെങ്കിലും ആരോ അന്ന് പുഷ്പേന്റെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടാ, പുഷ്പ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അവർക്കും പറഞ്ഞ ആൾക്കും അങ്ങനെ പറ്റിയിട്ടില്ല. കളക്ഷൻ നമ്മുടെ ഇന്ത്യൻ സിനിമയല്ലേ എന്ന്, അതായത് കളക്ഷൻ കയറട്ടെ, സിനിമ ഇഷ്ടപ്പെട്ടു. അതെ, ആ ഒരു സംഭവം അത് നമുക്കും തോന്നിയതാണ്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കളക്ഷൻ കയറിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അടുത്തത് വിടാമുയർച്ച. മലയാളം വിട്ടുപോയോ? മൊത്തത്തിൽ പോയി. വിടാമുയർച്ച സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ 1 മണിക്ക് എൻജോയ് ചെയ്യും. നമ്മൾ എൻജോയ് ചെയ്യും. 1 മണിക്ക് കുറേ നാളുകൾക്ക് ശേഷം തൃശ്ശയും അജിത്തും ഒരുമിച്ച് വരുന്ന സോങ്, അതായത് മങ്കാത്തക്ക് ശേഷം. പൊളി. അനിരുദ്ധാണ് ഇതിന്റെ മ്യൂസിക്. അത് ശരിയാണ്. ഞെട്ടിക്ക് മാത്രമല്ല, നമ്മളെ വിഷമിപ്പിക്കും ചെയ്യും. എന്ത് കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം തോന്നുമല്ലോ. അടുത്ത കിഴി ശബ്ദം. നമ്മുടെ ശബ്ദത്തിന് എന്താ പറ്റിയത്? നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ. ഇത് ആ ശബ്ദമല്ലല്ലോ. ഇത് ശബ്ദം എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. ആദി നായകനാവുന്ന സിനിമയാണ്. അതിൻ്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഡയറക്ടറിൻ്റെ പേരെന്താണ്? അറിവഴകൻ.
ഇവൻ ഭയങ്കര അറിവുള്ള ഒരു അഴകനാണ്. അറിവഴകനാണ് ഇതിന്റെ ഡയറക്ടർ. ശബ്ദം എന്ന് പറയുമ്പോൾ ഞാൻ അത് പറയാൻ വേണ്ടിയിരിക്കുന്നു. ശബ്ദം എന്ന് പറയുമ്പോൾ മലയാള സിനിമയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എണ്ണത്തിൽ കൂടരുതേ, കൂടിയ പണി കിട്ടേ. എന്തായാലും സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി 28 സിനിമ റിലീസ്. ഫെബ്രുവരി 28. കൊള്ളാം. അടുത്തത് ഗെയിം ചേഞ്ചർ. മലയാളം പോയി, മലയാളം ഓടി. സിനിമയെ കുറിച്ച് നമ്മുടെ സുകുമാർ ഡയറക്ടർ പറഞ്ഞത്, ഞാൻ ചിരിക്കട്ടെ. അല്ല ചിരിക്കാനുള്ളതല്ല, ശരിക്കും ആൾറെഡി ഇപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും സിനിമ വരുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയൊക്കെയാണ് കളികൾ. ചെറിയ ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞ കേട്ടോ സിനിമയ്ക്ക്. ആർക്ക്? നമ്മുടെ ചെറുക്കന് രാംചേട്ടനോ? കിട്ടട്ടെ. അപ്പം ചേട്ടനും അനിയനും 2 നിങ്ങളായിട്ട് മേടിച്ചു കൊടുക്കും. കുടുംബ പ്രശ്നം ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടെ. അതിന്റെ ഇടയ്ക്ക് ആക്ട്രസിനുള്ളത് നിങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് വേറെ. എന്താണ് പുഷ്പ 2 രശ്മിക്കും ഗെയിം ചേഞ്ചറിലൂടെ രാംചേട്ടൻ. കൊള്ളാം. മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ 5 സോങ്ങുള്ളത്. 5 സോങ്ങിനും കൂടി 92 കോടിയാണ് നമ്മുടെ ശങ്കരൻകുട്ടി മുടക്കിയിരിക്കുന്നത്. എന്താ ചെറിയ കുട്ടിയല്ല, ചെറിയ കുട്ടിയാണ്. ഒരു സോങ്ങിന് തന്നെ 17.2 ഒരു സോങ്. ആ ന്യൂസിലാൻഡിലെ സോങ്ങിന്. ഓ അത് ഞാൻ ആ ഓട്ടോ പിടിച്ചിരുന്ന ആ സീനില്ല, ആ ഒരു മനസ്സിലായി. അല്ല സീനല്ല, ഓട്ടോ പിടിച്ചിരുന്ന ആ ഒരു സംഭവല്ലേ, അതിന്റെ ക്യാഷ് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏത് രീതിയിലാ പോയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിലൂടെ പോയില്ലേ. അടുത്ത കിഴി എടുത്തോ. സൗണ്ട് ഇതിൽ തന്നെയാണല്ലോ. അങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ ഓക്കെ. സിക്കന്ദർ. സമാധാനം. സിക്കന്ദർ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ 27 വരും എന്നുള്ളത് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ടീസർ അങ്ങ് ഇറക്കി വിടും. അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 1:45 1 മിനിറ്റ് 45 സെക്കൻഡ്. യെസ്. അടുത്തത് മാർക്കോ. 3:2 ഓക്കെ. മാർക്കോ സിനിമേന്റെ സൈറസ്, നമ്മുടെ കാബിർ ദുഹാൻ സിംഗ് ചെയ്ത ക്യാരക്ടറിന്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്റെ മോനെ, റോളക്സിന്റെ മേലെ. റോളക്സ് ഫാൻസിന് ഇഷ്ടപ്പെടില്ല, അത് വേറെ കാര്യം. റോളക്സിന് മേലെ എന്നല്ല, നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതിന്റെ ഒരു ലുക്ക് വെച്ചിട്ടേ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഫീല്. പക്ഷെ ശരിക്ക് ഒരു കാര്യം ചിന്തിച്ചു നോക്കി, കൊലപാതകം ചെയ്തു വെച്ച് നോക്കിക്കഴിഞ്ഞാല് റോളക്സിന്റെ മുകളിൽ തന്നെയാണ്. എന്ത് റോളക്സ്? അതെ, റോളക്സ് ആകെ വന്നിട്ട് ചെയ്തിട്ട് ഒറ്റ തല വെട്ടുന്നു, പിന്നെ പല്ല് കേൾക്കുന്നു ആ ബ്ലഡും കൊണ്ട്. ഇതല്ല, ഇത് കുളിപ്പിച്ച ഒരു കുടുംബത്തിനെ മൊത്തം. ഇത് PS സോപ്പൊക്കെ ഇട്ട് കുളിക്കാനാണ്. സത്യം. ഒരൊറ്റ ചോദ്യം അതിന് മുമ്പ്. സാധാരണ കുളിക്കുമ്പോൾ എന്താ നമ്മൾ ചോദിക്കുക, ഇവിടെ അടുത്ത് പുഴ എവിടെ ഉള്ളത്, അല്ലെങ്കിൽ കുളം എവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഷവർ എവിടെ? ഇത് നേരെ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. അവൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്, എന്നിട്ട് പോയി കുളിക്കുക. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? സൈറസ് വേറെ ലെവലാ. മിക്കവാറും സൈറസ് എന്നുള്ള പേരിൽ ബ്രാൻഡ് ഇറക്കും ഒരു സോപ്പ് കുളിക്കാൻ, ചുവന്ന കളറില്. ഓക്കെ, അടുത്ത കിഴിയോ മാർക്കോ 2. മാർക്കോ 2 ഇപ്പം എത്രയായി? 3:3. മാർക്കോ 2 സിനിമ വരാൻ പോകുന്നു. അതിൻ്റെ ഒരു ചെറിയ സൂചന നമ്മുടെ ഉണ്ണിമൂതൻ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നുമില്ല, വരും, കാത്തിരിക്കും എന്നുള്ളതാണ്. പക്ഷേ വേറെ സംഭവമുണ്ട്. അതായത് അനീഫ് ആദേനി ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഉണ്ണിമൂതൻ തന്നെ നായകൻ, വില്ലനായിട്ട് അല്ലെങ്കിൽ ആളുടെ കൂടെ ഒരു പ്രധാന വേഷത്തിൽ ആന്റണി പെപ്പെ. അതെ, അതായത് ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും നല്ല ഇടിക്കാർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമ, ഏറ്റവും ബെസ്റ്റ് സ്റ്റൈലിഷ് മൂവി മേക്കർ നമ്മുടെ അനീഫ് ആദേനി ഒരുമിക്കുന്നു. രവി ബസൂറിനെയൊക്കെ കൊണ്ടുപോവാ, പിന്നെ ഷെരീഫ് മുഹമ്മദിനെ കൊണ്ടുപോവാ, പിന്നെ അത് കത്തും. പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഷെരീഫ് മുഹമ്മദ് തന്നെ ആയിരിക്കാം, എന്താണെങ്കിൽ നോക്കാം. അടുത്തത് അഗതിയ. അഗതിയ സിനിമ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജനുവരി 31 കേട്ടോ. അർജുൻ റാഷി. അർജുൻ എന്ന് പറയുമ്പോൾ സാധാരണ ലെവലിൽ അങ്ങ് പറഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കുന്നു. ആക്ഷൻ കിങ് അർജുൻ സർജ. എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? മുന്നിൽ എന്തെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോ? ചെറുതായിട്ട് എന്നും ആളുടെ കരിയറിൽ അതൊന്നും ഇങ്ങനെ ഒരു വലിയ ഒരു സ്ലൈറ്റിലൊക്കെ എഴുതി മാർട്ടിന് തൂക്കിയിട്ടുണ്ടാവും. എന്തായാലേ
അമ്മാവൻ മരുമോന് ചെയ്തു കൊടുത്ത ഒരു പണി. അമ്മാവന് ഭയങ്കര കലിപ്പാണ് തോന്നുന്നു. അമ്മാവനോട് കാണിച്ചു തരടാ നിനക്ക്. എന്താണെങ്കിലും സിനിമയിൽ റാഷി ഖന്നയാണ് കേട്ടോ നായിക, ജീവ അവരൊക്കെ ഉണ്ട്. പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. P.A. വിജയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അതെ, സംഭവം ഡെവിൾസ് vs ഏഞ്ചൽസ്, അതാണ് ഇതിൽ കളി. നോക്കാം, കളിക്കട്ടെ. ഓക്കെ, അടുത്ത കിഴി 3-3 4-3 ഫോട്ടോ ഫിനിഷ് ജയിച്ചു. ലാസ്റ്റ് കിഴിയായിരുന്നു, യാ അവസാന നിമിഷം കൊള്ളാം. കൊണ്ടുപോയി. MMMN സിനിമയുടെ മ്യൂസിക് ആര് ചെയ്യും എന്നുള്ളത് ഒരു വലിയ രഹസ്യമായിരുന്നു. എന്തായാലും അത് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ സുഷിൻ ശ്യാമാണ് ഇതിൻ്റെ BGM ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ ഓരോന്ന് പൊളി ഐറ്റം ഉണ്ടാവും, തകർക്കും. അതില് നമ്മൾ അന്നേ പറയുന്നുണ്ട് കേട്ടോ മറ്റൊന്ന്, അതായത് ഈ മമ്മൂക്ക, ലാലേട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ റോളാണ്. ഇതിൽ കാമ്യ പോലെ അല്ല ലാലേട്ടൻ, രണ്ടുപേർക്കും ഈക്വൽ റോളാണ്. ഇത് മഹേഷ് നാരായണൻ തന്നെ പറഞ്ഞല്ലോ. അതെ, ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു. അതെ, പ്രൊഡ്യൂസറും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞതാണ് എന്ത് ആള് വില്ലനായിട്ടാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ മാറിയേക്കാം. അതെ, കാരണം ലാലേട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്ന സിനിമയാണ്. പല സിനിമകളിലും അങ്ങനെ കേട്ടോ, നമ്മൾ പറഞ്ഞ പോലെ എല്ലാം നടക്കണമെന്നൊന്നുമില്ല, മാറിയേക്കാം. പലതിലും അങ്ങനെയൊക്കെ ഉണ്ട്. ചിലതൊക്കെ ശരിയാവും, ചിലത് വളരെ അപൂർവമായിട്ട് ചിലതൊക്കെ തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്. അതിന് കാരണം അവർ ആ പ്ലാൻ മാറ്റുന്നത് കൊണ്ടാണ്, അല്ലാതെ അത് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, രക്ഷിക്കൂ. പറഞ്ഞു വന്നത് എന്താന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും, എന്നാലും പറയാണ്. അത് നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന പോലെ ഞങ്ങളും കാത്തിരിക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ. ആളും കൂടി സിനിമയിൽ ഉണ്ട് എന്ന് അറിയുന്ന നിമിഷം. സംഭവം ഞങ്ങൾ വെറുതെ പറഞ്ഞൊന്നും ആയിരുന്നില്ല, അതിൻ്റെതായ സോഴ്സോടെ നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും അതിലെ ചില പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു പേടിയൊക്കെ ചെറിയ പേടിയുണ്ട്. കാരണം അവർക്ക് പോലും ആ പേടി വന്നിട്ടുണ്ട്. സത്യം എന്താണെങ്കിലും പറഞ്ഞ് അറിയുന്ന ആൾക്കാർക്ക് പോലും പേടി ഇല്ല ഇനി. കാരണം അതിൻ്റെ പുറത്തുള്ള ഷൂട്ട് മൊത്തം ഇപ്പോൾ എംബ്രാനിലേക്ക് കടന്നു പോയില്ലേ, എന്നാലും പറയാം, പുറത്തുള്ള ഷൂട്ട് മൊത്തം പുതിയ ക്രൂ വേറെ ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് അത്രത്തോളം രഹസ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉറപ്പിച്ച് പറയാനും പറ്റാത്ത സാഹചര്യമാണെന്നുള്ളതാണ്. അതാണ് ടെൻഷനായി മൊത്തത്തിൽ ടെൻഷനാണ്. എന്താണെങ്കിലും കാത്തിരിക്കാം. കാത്തിരിക്കാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.